ഹലോ കൂട്ടുകാരി, എന്താണ് വിശേഷം? എന്താണ് പരിപാടി? ഇന്ന് നമ്മൾ ആരോഗ്യ സംബന്ധമായ ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഫലപ്രദമായ ഒരു വീഡിയോ ആണ്. നമ്മൾ പലതരം വ്യായാമങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് സൈക്ലിങ്. എൻ്റെ ഫ്രണ്ടായ ഷാജി അവൻ്റെ വ്യായാമത്തിന് വേണ്ടിയിട്ടൊരു സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. ഈ സൈക്കിൾ ഉണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഈ സൈക്കിളിൻ്റെ ഗുണങ്ങളും മറ്റു കാര്യങ്ങളും ഷാജി തന്നെ നിങ്ങളോട് വിശദമായി പറയും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യട്ടോ. എത്രയാണ് ഈ സൈക്കിളിൻ്റെ പ്രൈസ്? സൈക്ലിങ് തുടങ്ങാനുള്ള കാരണം മോൻ കളരിക്ക് പോയിരുന്നു. നമ്മുടെ ഗുരുകുലം കളരി സംഘം ഉല്ലാസിലുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് കൊണ്ടാക്കാൻ പോകുമ്പോൾ അവനന്ന് 8 വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ അവനവിടെ എൻ്റെ സൈക്കിളിൻ്റെ പിന്നിലിരുത്തിട്ട് അവനെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഇറക്കിയിട്ട് കുറച്ച് ടൈം 1 മണിക്കൂറൊക്കെ ഉണ്ടാവും കളരി. അപ്പോൾ അവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ ചിറ്റാട്ടുകാരെ കാക്കശ്ശേരിക്കൊന്ന് കറങ്ങിയിട്ട് വരും. അങ്ങനെ കുറച്ച് ആളൊക്കെ 1.5 കൊല്ലമൊക്കെ അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് തോന്നിയത് കാലത്ത് സൈക്ലിങ് തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ പാങ്ങിലിക്കും ഒക്കെ പോയി വരാൻ തുടങ്ങി. ഈ ഇടയ്ക്ക് വാഗ അങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പോയി വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ദൂരം കൂട്ടി തുടങ്ങി. പാവർട്ടി കൂടിയിട്ട് ഇളവള്ളിക്ക് വരും, പാവർട്ടി കൂടിയിട്ട് ഇളവള്ളിക്ക് വരും. അങ്ങനെ കുറച്ച് കൊല്ലൊരു 5-8 കൊല്ലമൊക്കെ അങ്ങനെ ചവിട്ടി പോയി. അതിൻ്റെ ഇടയ്ക്ക് സൈക്കിളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലൊന്ന് പൊട്ടി, ഫ്രെയിമൊന്ന് പൊട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനെ നല്ല സൈക്കിൾ എടുത്താലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഒരു 1.5 കൊല്ലമായിട്ട് ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. കുറേ സൈക്കിൾ കാണാണ്ട്, കാഡിയാക്ക്, അങ്ങനെ കുറേ സൈക്കിളുകൾ, മെറിഡ, അങ്ങനെ സൈക്കിളുകളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ട്രക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ എനിക്ക് സൈക്കിളിനെ പറ്റി മറ്റേ ബ്രാൻഡഡ് സൈക്കിളിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തു ബ്രാൻഡഡിൽ. അപ്പോൾ ട്രക്ക് നല്ല സൈക്കിളാണ് ഞാൻ അപ്പോൾ അതിന് അന്വേഷണം തുടങ്ങി. അപ്പോൾ അന്വേഷണം തുടങ്ങിയപ്പോൾ ട്രക്ക് നല്ല സൈക്കിളാണ് എന്ന് പറഞ്ഞപ്പോൾ ട്രക്കിൻ്റെ മെർലിൻ 6 ഞാൻ നോക്കിയപ്പോൾ സൈക്കിളിന് പല സൈസും ഉണ്ടെന്ന് പറഞ്ഞു. അത് ML, ലാർജ്, XL അങ്ങനെ പറഞ്ഞിട്ട് പല ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അപ്പോൾ സാറ് അളന്ന് ഇതാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ട്രക്കിൽ നിനക്ക് ML പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞ് ഞാനന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സാറ് സൈക്കിൾ ബുക്ക് ചെയ്തു. സൈക്കിളൊരു മാസത്തിൻ്റെ ഉള്ളിൽ സൈക്കിൾ വന്നു. ഈ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടയർ സൈസ് ഒരു 29 ഇഞ്ചാണ് എൻ്റെ ടയർ സൈസ്. അത് ട്യൂബ്ലെസ് റെഡിയാണ്. നമുക്ക് ട്യൂബ് ഇട്ടിട്ട് ഓടാം, ട്യൂബ് ഇല്ലാണ്ട് ഓടാം. പിന്നെ എൻ്റെ ഷോക്ക് അബ്സർ റോക്ക് ഷോക്കിൻ്റെ ഷോക്ക് അബ്സറാണ്. അത് ഫ്രണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. ഷോക്കപ്പ് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം, അത് ലോക്ക് ഓപ്പൺ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓടിക്കാം. അപ്പോൾ നമുക്ക് കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ലോക്കൗട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓടിക്കാം. നല്ല പ്ലെയിൻ റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് ഓടിക്കാം. അങ്ങനെയാണ്. പിന്നെ ബ്രേക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ്. അതിൻ്റെ ഫ്രണ്ടും ബാക്കും രണ്ടും ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഫ്രണ്ടിൻ്റെ സിംഗിൾ ക്രാങ്കാണ്. ഈ സൈക്കിളിൻ്റെ ഫ്രണ്ട് സിംഗിൾ ക്രാങ്ക്. ചിലതിനൊക്കെ 2 ക്രാങ്ക് ഉണ്ടാവും, 3 ക്രാങ്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിന് സിംഗിൾ ക്രാങ്കാണ്. അപ്പോൾ നമുക്ക് ഗിയർ സിസ്റ്റം ഒരു സൈഡിലേ ഉണ്ടാവുള്ളൂ. മറ്റേ സൈക്കിളിന് 2 സൈഡിലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഗിയർ സിസ്റ്റമൊക്കെ ഷിമാനോ കംപ്ലീറ്റ് എല്ലാം ഒരുവിധമൊക്കെ ഷിമാനോ ആണ്. ഇതിൻ്റെ സിസ്റ്റങ്ങൾ കംപ്ലീറ്റ് ഷിമാനോനാണ്. ബ്രാൻഡഡ് ഇതാണ് ഷിമാനോയിലാണ്. ഒരു എല്ലാ സൈക്കിളിനും ഷിമാനോ ഉണ്ടാവും. ഷിമാനോയിൽ തന്നെ പല ഇതുണ്ട്. ഇതിന് ക്രൂയിസാണ് ഈ ഷിമാനോൻ്റെ ഫിറ്റിങ്സ് ഉള്ളത്. പിന്നെ എൻ്റെ ഹാൻഡിലിന് ഭയങ്കര വൈഡാണ് ഹാൻഡിൽ. അത് കാരണം നമുക്ക് ഓടിക്കാൻ ഭയങ്കര കംഫർട്ടാണ്. ഭയങ്കര വൈഡായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓടിക്കാൻ ഇതാണ്. പിന്നെ നമുക്ക് അങ്ങനെ പുറം വേദനയൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓടിക്കാൻ നല്ലൊരു ഫീലാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു.